നമുക്ക് ലഭിച്ചു. നോക്കണം, നിങ്ങൾ ഈ നാട്ടിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഒരൽപ്പം മനുഷ്യത്വമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് കേൾക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിൽ ചെന്ന് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനുമായി ഈ സമയം, ഏതാണ്ട് ഇതേ സമയം ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഷായറെ മുബാറക്കിനെതിരെ നമ്മുടെ മറുവിഭാഗം കൊടുത്ത പെറ്റീഷന്റെ കോപ്പി കാണിച്ചുകൊണ്ട് വായിച്ചു തന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ തന്നു. വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്താ മറുവിഭാഗം ഷായറെ മുബാറക്കിനെതിരെ കൊടുത്ത പെറ്റീഷനിലുള്ളത് എന്നറിയാമോ? ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ പോലും ഇതിവിടെ വെക്കാൻ അനുവദിക്കരുത്. കാരണം ഈ ഇതുപോലത്തെ ഒരു മുടിയുള്ളത് കാശ്മീരിലാണ്, അവിടെ മുഴുവൻ ഭീകരവാദികളാണ് എന്നാണ് ആ കത്തിൽ പെറ്റീഷനിൽ അവർ എഴുതിയിട്ടുള്ളത്. എങ്കിൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മറുവിഭാഗം എന്താ മനസ്സിലാക്കുന്നത്? കാശ്മീരിലെ ഭീകരവാദം ഉണ്ടാകാൻ കാരണം അവിടെയുള്ള ഹസ്രത്ത് ബാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്നല്ലേ ഇവന്മാര് പറഞ്ഞു വരുത്തിയത്? ഇത് കിട്ടുന്ന ജഡ്ജി അല്ലെങ്കിൽ ഇത് കിട്ടുന്ന വക്കീൽ, അവർക്ക് ഇതിനെപ്പറ്റി അറിയൂലല്ലോ. ഒരു പക്ഷേ അത് ശരിയാണ് എന്നവർ ധരിച്ചുകൂടായികയില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ പെറ്റീഷൻ കൊടുത്തവൻ അവനെ പറ്റി എന്ത് പേരാ പറയേണ്ടത്? മുനാഫിക്ക് എന്നാണോ, യഹൂദി എന്നാണോ, സിയോണിസ്റ്റ് എന്നാണോ, നിരീശ്വരവാദി എന്നാണോ, മറ്റെന്തോ പേരാണോ? നിങ്ങൾ തീരുമാനിക്കൂ. ഞാനൊരു പ്രകോപനമുണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അന്വേഷിക്കണം, മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞല്ലോ. അമേരിക്കക്കാരൻ വന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാ. കാന്തപുരത്തിനോട് മാപ്പ് പറയേണ്ടത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. വക്കീലിന് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ തന്നെ ഇത് വെക്കാനോ സൂക്ഷിക്കാനോ അനുവദിക്കരുത്. കാരണം ഇതുപോലത്തെ ഒരു മുടിയുള്ള കാശ്മീരിൽ ഭീകരവാദം തഴച്ചു വളർന്നിരിക്കുകയാണ് എന്ന് പെറ്റീഷനിൽ ഒരു ഈമാനിന്റെ തരിയുള്ളവൻ എഴുതി കൊടുക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അത് എഴുതി കൊടുത്താൽ ഇവന്റെ വിശ്വാസം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ടായതുകൊണ്ട് യുദ്ധം വരെ വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് സ്വഹാബാക്കളുടെ വിശ്വാസമെങ്കിൽ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആ മുടി സൂക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഭൗതികവും അഭൗതികവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണത് എന്ന് കരുതിയിരുന്നു എങ്കിൽ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര് മുഴുവൻ അവരുടെ കുട്ടികൾക്കും മക്കൾക്കും മുഹിബ്ബീങ്ങൾക്കുമൊക്കെ ഇതിട്ട വെള്ളം കൊടുത്തിരുന്നു എങ്കിൽ അത് തങ്ങളുടെ ഇഹപര വിജയത്തിന്റെ അടിസ്ഥാനമാണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മറുവിഭാഗം മനസ്സിലാക്കിയത് ഈ മുടി ഭീകരവാദത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നാണ്. നഊദു ബില്ലാഹ്. മുർത്തദ്ദാകാൻ ഇനി വല്ലതും വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മർക്കസും ലോകത്തിൽ എന്ത് ചെയ്തു അത് എല്ലാവരും മനസ്സിലാക്കി. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മർക്കസിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തൊരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ നാസയിൽ പോയിട്ടുണ്ട്. മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ എനിക്ക് ഇഷ്ടം പോലെ പരിചയമുണ്ട്. അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിതന്മാരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ബൗദ്ധികമായി ബുദ്ധിപരമായി ഇത്രയും വലിയൊരു സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെയോ ഒരു നേതാവിനെയോ ലോകത്തെവിടെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഡൽഹിയിൽ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറയുക കൂടി ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഡൽഹിയിൽ ഞങ്ങൾ ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ദരിയാഗഞ്ചിലെ ആ ഗട്ടാ മസ്ജിദ് കേന്ദ്രമാക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഇനിയും വിപുലപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരന്മാർ, കാന്തപുരത്തെ മർക്കസിനെ നേരിട്ട് മനസ്സിലാക്കിയ ആളുകളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മർക്കസിൽ ഒരു